കപ്പ കുഴച്ച് വേവിച്ചതാണ്. അതിനായി ആദ്യം കുക്കർ അടുപ്പത്ത് വെക്കുക. 2 ലിറ്റർ വെള്ളം അതിലൊഴിച്ച് തിളപ്പിക്കുക. വെള്ളം തിളച്ച് വരുമ്പോഴത്തേക്ക് നമുക്ക് അരപ്പ് തയ്യാറാക്കാം. അതിനുവേണ്ടി 1 കപ്പ് തേങ്ങ, ഒരു 7 പച്ചമുളക്, ചെറിയ സ്പൂണിന് 1 സ്പൂൺ പെരുംജീരകം, ഒരു 2 അല്ലി വെളുത്തുള്ളി, ഒരു 4 ചെറിയുള്ളി, 1 സ്പൂൺ മഞ്ഞൾ, 2 കരിയാപ്പിലത്തണ്ട്. ഇത്രയും കൂടെ മിക്സിയിലിട്ട് നമ്മൾ ഒന്ന് പ്രസ് ചെയ്താൽ മതിയാവും. ഒരുപാട് അരിഞ്ഞു പോകണ്ട. വെള്ളം തിളച്ച് കഴിഞ്ഞു. ഇനിയും കപ്പ നുറുക്കി വെച്ചിരിക്കുന്നത് പതുക്കെ ഇതിലേക്ക് ഇടാം. 1 കിലോ കപ്പയാണ് ഈ പ്രിപ്പറേഷന് ഉപയോഗിച്ചിരിക്കുന്നത്. കുക്കർ അടച്ച് 1 വിസിൽ കേൾക്കുന്നത് വരെ കുക്കിംഗ് തുടരുക. കുക്കായിട്ടുണ്ട്. ഇനി ഇതിനകത്തെ വെള്ളം നമുക്ക് ഊറ്റിക്കളയാം. ശേഷം വീണ്ടും വെള്ളം പോയതിന് ശേഷം ഈ കപ്പ കുക്കറിലേക്ക് തന്നെ ഇടുക. അതിനോടൊപ്പം അരപ്പ് ഇടുക. അരപ്പ് കുക്കറിലേക്ക് ഇടുന്നു. മിക്സിയിൽ അല്പം വെള്ളം ഒഴിച്ച് പാകത്തിലിട്ട് കുക്കർ അടയ്ക്കുക. 1 മിനിറ്റ് നേരം വെള്ളം വറ്റുന്നതിന് വേണ്ടി കുക്കർ അടുപ്പിലിരിക്കട്ടെ. കുക്കർ തുറക്കുക. വെള്ളം വറ്റിയിട്ടുണ്ട്. ഒരു ചട്ടുക വിട്ട് ഇളക്കുക. എല്ലാം മിക്സി തവി വെച്ച് ഉടയ്ക്കുക. ഒന്ന് കുഴച്ചേക്കുക. കപ്പ നമ്മുടെ പരുവമായിട്ടുണ്ട്. ഇനിയും കടുക് പൊട്ടിച്ച് ഒഴിച്ചാൽ മാത്രം മതി. കടുക് പൊട്ടിക്കുന്നതിനായി പാൻ അടുപ്പിൽ വെച്ചു. അതിലേക്ക് ഒരു 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് കടുക് ഇടുക. കടുക് പൊട്ടിക്കഴിയുമ്പോൾ കരിവേപ്പില ഇടുക. അത് കഴിഞ്ഞ് ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന 2 ഉള്ളി അത് അതിലേക്ക് ഇടുക. ചുവന്ന കളറാവുമ്പോൾ, ഏതാണ്ട് ബ്രൗൺ കളറാവുമ്പോൾ ഇത് കപ്പയിലേക്ക് ഒഴിച്ച് ഒന്ന് ഇളക്കുക. ഒഴിച്ചു അത് ഇതിനകത്തിട്ട് മിക്സ് ചെയ്യുന്നു.